അത്ര വൃത്തികേടാണ്. കേരളത്തെ അപമാനിക്കുന്നൊരു ചിത്രമാണ്. കേരളത്തെ അപമാനിച്ചതിന് സംഘപരിവാർ നൽകിയ കൂലിയാണ് ആ അവാർഡ്, ഒരു സംശയം വേണ്ട. ഇപ്പം സിനിമയിലൂടെ കേരള സ്റ്റോറി നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു. ചിലർ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പാഠപുസ്തകത്തിലൂടെ കേരള സ്റ്റോറി പഠിപ്പിക്കാനുള്ള വലിയ ശ്രമത്തിലാണ് ചിലർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അജാതി കഥകളും അജാതി സിലബസും സർവകലാശാലകളിൽ കുത്തിവെച്ച് കേരള സ്റ്റോറി മോഡൽ നടപ്പിലാക്കാനുള്ള ശ്രമത്തിലാണ് ചില ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർ. ഈ സംഘപരിവാർ അജണ്ട നടപ്പിലാക്കുന്നവർക്ക് അവാർഡ് കൊടുക്കുന്നത് ഇത് പറഞ്ഞല്ലോ, കേരളത്തെ ആകെ മോശമാക്കുന്നു. മലയാളി, ഈ കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്നവരും ഇതിനെ എതിർത്തവരാ. അങ്ങനെയുള്ള ഒരു സിനിമക്ക് ഒരു അവാർഡ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ മതനിരപേക്ഷതയെ ഇല്ലാതാക്കാൻ ശ്രമം നടത്തിയതിൻ്റെ കൂലി നൽകിയതാണ്, ഒരു സംശയമില്ല. അത് ഇനിയും അതുപോലെ സിനിമകൾ വന്നാൽ ഇനിയും ഇതുപോലെ അവാർഡ് തരാം. അതുകൊണ്ട് നിങ്ങൾ ധൈര്യത്തിൽ കേരളത്തിൻ്റെ മതസാഹോദര്യത്തെ മോശമാക്കിയേക്ക്, കേരളത്തെ തകർത്തേക്ക് എന്ന് പറയുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അവാർഡ്. അതൊക്കെ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്.